സത്യമ്മ നിശ്ചയിച്ച് എന്റെയും വിഷ്ണുവേട്ടന്റെയും കല്യാണം മുടക്കാനാ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇപ്പോ പപ്പിമോളെ ഒളിപ്പിച്ചേക്കുന്നതും അതുകൊണ്ട് തന്നെയാ. പപ്പിമോളെ ഒളിപ്പിക്കാനോ? ആര്? മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്താ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നത്? എന്നെ സത്യമ്മയും പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്രയും കൂർമ്മ ബുദ്ധിയും ദുഷ്ടത്തരൊന്നും വരില്ല. നമ്മളൊക്കെ നേരെ വാ നേരെ പോന്ന് വിചാരിക്കുന്ന പാവങ്ങളാ. പക്ഷെ വലിയ പഠിപ്പും IAS പത്രാസും ഉള്ളവർക്ക് കള്ളബുദ്ധിയൊക്കെ ഒരുപാട് കാണും. നമ്മള് സ്വപ്നം കാണാത്ത കാര്യങ്ങളാ അവര് ചിന്തിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ. അതിനവർക്ക് ട്രെയിനിങ് വരെ കിട്ടിയിട്ടുണ്ടെന്നാ എന്റെ കൊച്ചു ബുദ്ധിയിൽ തോന്നുന്നത്. ശാലിനി? അതെ സത്യമേ, എനിക്ക് തീർച്ചയാ ശാലിനി അറിയാതെ പപ്പിമോൾ ഒരിടത്തേക്കും പോവില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ശാലിനി പപ്പിമോളെ കിഡ്നാപ്പ് ചെയ്ത് വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുക. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ ശാരദാമ്മ അതിനൊക്കെ സമ്മതിക്കൂ? ബലമായിട്ട് പിടിച്ചോണ്ട് പോയതാണെങ്കിൽ പപ്പി കിടന്ന് ബഹളം ഉണ്ടാക്കില്ലേ? മാത്രമല്ല ആ വീടിനോട് തൊട്ട് ചേർന്ന് ചായക്കടയാ. ആൾക്കാരൊക്കെ കേൾക്കില്ലേ? ഈ സത്യം ഇത്ര ശുദ്ധഗതിക്കാരിയായി പോയല്ലോ. സത്യമേ, അവിടെയല്ലേ അവളുടെ IAS ബുദ്ധി കളിക്കുന്നത്. ആ വീട്ടില് പപ്പയുടെ കൂട്ടുകാരി സത്യമുണ്ട്. കൂട്ടുകാര് പരസ്പരം കണ്ടാ പിന്നെ പപ്പി അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഈ കല്യാണം തീയതി മുഹൂർത്തം തെറ്റി മുടങ്ങി കഴിയുമ്പോ ശാലിനി തന്നെ പപ്പി അവിടെ നിന്ന് ഇറക്കി വിടും. എനിക്കത് ഉറപ്പാ. വിഷ്ണു, ഹലോ, IG രാമൻ നായർ സാറല്ലേ? സാർ, ഒരു ഉപകാരം ചെയ്യണമായിരുന്നു. സാർ, അത് മതി സാർ, അത് മതി. ഉത്തരവാദിത്വമുള്ള ഒരാളെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണം. നമുക്കാർക്കും അങ്ങനെ കാര്യം പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ഞാൻ ചെയ്യാം. സ്റ്റേഷനിൽ കയറി ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തിട്ടേ ഞങ്ങൾ അങ്ങോട്ട് പോവും. ഓക്കെ സാർ. താങ്ക് യു സാർ, താങ്ക് യു. വലിയ ഉപകാരമായി. വിഷ്ണു, വിഷ്ണു, എന്താ മേ? നീ വണ്ടി എടുക്ക്, നമുക്ക് ഒരിടം വരെ പോകണം. എവിടേക്ക്? നരകത്തിലേക്ക്. നീ സ്ഥലം പറഞ്ഞാലേ വണ്ടി എടുക്കത്തുള്ളോ? നരകത്തിലേക്കാണ് നീ ഒറ്റയ്ക്ക് അങ്ങ് പോയാ പോരെ ഭാമേ? എന്തിനാ അവനെ കൂടെ വിളിക്കുന്നത്? തുടങ്ങി. ആഹാരം കഴിക്കാനും എന്നെ കൊച്ചാക്കാനും കുറ്റം പറയാനും അല്ലേ രാഘവേട്ടൻ വായ തുറക്കത്തുള്ളൂ. ഇത്തവണ എനിക്ക് മറുപടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഒരു കുരുന്ന് ജീവൻ ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല ഇതുവരെ. പണ്ട് ഗണപതി ഭൂലോകം ചുറ്റിയതുപോലെ ഊര് മുഴുവൻ ചെകഞ്ഞു ചിലരൊക്കെ. ആർക്കും ഇല്ല ഒരറിവ്. അറിയാത്തതാണോ അറിഞ്ഞിട്ടിനി പറയാത്തതാണോന്നാ എന്റെ സംശയം. അതൊന്നും എനിക്കിന്ന് തീർക്കണം. അതിനുള്ള സർക്കാർ സഹായം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സംശയം തീർക്കുമ്പോ ഇവനും കൂടി അവിടെ ഉള്ളത് നല്ലതാ. അതിന് നിന്നോട് വണ്ടിയെടുത്ത് കൂടെ വരാൻ പറഞ്ഞത്. ശരി ശരി ശരി, ആയിക്കോട്ടെ. വിഷ്ണു, നീ വണ്ടിയെടുത്ത് കൂടെ ചെല്ലു. അല്ല, ഗണപതി ഭൂലോകം ചുറ്റി കഥയൊക്കെ പറഞ്ഞു കേട്ടില്ലയോ? ഇതിപ്പോ സത്യഭാമ ശ്രീമുരുകന്റെ അവതാരം എടുത്ത അവസ്ഥയാ. നിനക്ക് തിരഞ്ഞാൽ കിട്ടാത്തതേ അവക്ക് കിട്ടും. സാക്ഷാൽ ഞാനെപ്പോഴേ നിന്നെ ഇപ്പൊ കൂടെ ചെല്ലാൻ ക്ഷണിക്കുന്നതേ കൈലാസത്തിലോട്ടാ. ചെല്ലടാ, ചെല്ലു, സമയം കളയണ്ട. നീ കൂടെ വരുന്നുണ്ടോ? ചെല്ലടാ, അച്ഛൻ മതി, ഓടി ചെല്ലു.
എന്താടി കൊച്ചേ നിന്റെ മുഖത്തൊരു ഗൂഢ മന്ദഹാസം? നീയാണോ ഈ കുമാർ സംഭവം കഥയിൽ നാരദന്റെ റോൾ അഭിനയിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. ആ പറഞ്ഞത് കള്ളാവ് സാറേ, അവൾക്ക് എല്ലാം അറിയാം. അവൾ ഒറ്റ ഒരുത്തി കാരണമാ ശാലിനി കുഞ്ഞിന് ഈ വീട്ടിൽ കയറാൻ പറ്റാതായത്. എന്തോ ചെയ്യാൻ പറ്റുമോ? അവൻ തന്നെ മാലയിട്ട് വിളിച്ചോണ്ട് വന്നല്ലയോ? അനുഭവിക്കുക, അത്ര തന്നെ. അതെ, എന്നാലും എവിടെ ആയിരിക്കും ഭാമ ഈ വിഷ്ണുവിനും കൂട്ടി പോയത്? അമ്മ, നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. പപ്പി കണ്ടു കിട്ടിയോ? എല്ലാം നിനക്ക് നേരിൽ ബോധ്യപ്പെടും. നേരെ തന്നെ പോ. ഇനി ശാലിനിയുടെ വീട്ടിലേക്കായിരിക്കോ? പപ്പി ഇനി അവിടെങ്ങാനും? ഇത് വാങ്ങിത്തന്നത് ശാരദാമ്മ കേട്ടോ. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ ഉത്സവത്തിന് പോയപ്പോ വാങ്ങിയതാ. നോക്കട്ടെ. ഇത് അമ്മ വാങ്ങിത്തന്നെ കേട്ടോ. നിങ്ങളെല്ലാരും കൂടി ഉത്സവത്തിനൊക്കെ പോവല്ലേ? പിന്നെ ഇല്ലേ, ശാരദാമ്മ വലിയ ദൈവവിശ്വാസിയാ. നടയിൽ പോയിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കേൾക്കണം. പപ്പിയുടെ പേരെപ്പോ ഓർമ്മ വന്ന പപ്പിയുടെ കാര്യവും പറയും. അത് പിന്നെ പറയാതിരിക്കോ? ഞാനും ഇവിടത്തെ കുട്ടിയല്ലേ. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാവേ. അയ്യോ, വെള്ളം തീർന്നല്ലോ. ആണോ? വെള്ളം വേണമെന്നുണ്ടോ പപ്പി? കുടിച്ചാ കൊള്ളാന്നുണ്ട്, പക്ഷെ അതിലില്ല, തീർന്നു പോയി. പിന്നെന്താ, ഞാൻ പോയി എടുത്തോണ്ട് വരാലോ. വേണോന്നില്ല സത്യേ, ഇനി അവിടെ പോയി കുഴപ്പമാക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും നമുക്ക് വെള്ളം വേണമല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. സത്യേ, ഈ സമയത്ത് ആരും ഇവിടെ കയറി വരില്ലല്ലോ. ഏയ്, ഇനി വന്നാ തന്നെ പപ്പിക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അവിടെ ഇരുന്നാ മതി. പെട്ടെന്ന് വരണേ. സത്യയുടെ ധൈര്യത്തിലാ ഞാനിവിടെ നിൽക്കുന്ന തന്നെ. ഒന്നും പേടിക്കണ്ട, ഞാൻ വെള്ളം എടുത്തോണ്ട് പെട്ടെന്ന് വരാം. ആ പിന്നെ ഞാൻ വാതിൽ ചാടുന്നുണ്ട്, പെട്ടെന്ന് ആരെങ്കിലും അകത്തേക്ക് വന്നാലോ. ഞാൻ വരുമ്പോ സിഗ്നൽ തരാം, അപ്പൊ മാത്രമേ പുറത്തേക്ക് വരാവൂ. എന്നാ ഇതൊക്കെ എടുത്ത് വെച്ചോ. ഓക്കേനോ, അവിടെ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ എന്നെ അറിയിക്കണം. രഞ്ജിനി ചേച്ചി വിളിച്ചിരുന്നു, പക്ഷെ സ്വിച്ച് ഓഫാ. ആ ശരി, ഓക്കെ. മോളെ, എന്തായി? വല്ല വിവരമുണ്ടോ? കിട്ടും അമ്മേ, അവൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പിന്നെ കുട്ടികൾ ചെന്ന് നിൽക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം ഉടനെ കിട്ടുമെന്ന് അവർ പറഞ്ഞു. അച്ഛൻ
ഗോപാലേട്ടാ എന്തായി? വല്ല വിവരം കിട്ടിയോ? ഇല്ല ശാരദ, എന്റെ പരിചയക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗോപാലേട്ടാ? ഇതിപ്പോ ആരെങ്കിലും അവളെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നാ എന്റെ പേടി. ശ്ശേ, അരുതാത്തൊന്നും പറയല്ലേ ഗോപാലേട്ടാ. ഇനി ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ വല്ലതും ആണോ? ഇനിയിപ്പോ എല്ലാരും ഒന്ന് വിഷമിപ്പിച്ച ശേഷം അവള് തിരികെ വന്നു ആവാം. മുമ്പും അങ്ങനെ നടന്നിട്ടുള്ളതല്ലേ. ഈശ്വര, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. ശരി മോളെ, ആരാ വിളിച്ചത്? ശ്യാമയമ്മ തിരക്കുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ടൊട്ട് ഇരിപ്പുറയ്ക്കുന്നുമില്ല. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കട്ടെ. ഏതെങ്കിലും ഒരു കോണിലെ പപ്പമോളി നമ്മളെ ആരെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ച് വഴി അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിലോ? എടി, എന്നാ പിന്നെ ഞാനും കൂടെ വരട്ടെ. സത്യം ഇവിടെ ഉള്ളതല്ലേ അമ്മേ. അമ്മ ചെന്ന് അവളുടെ അടുത്തിരിക്കെ. ചെല്ലമ്മ. എവിടെ എന്റെ പപ്പിമോള്? പപ്പമോള് ഇവിടെയോ? പിന്നെ അല്ലാതെ ഡി, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നേ. എടി, ഇറക്കി വിടാനാ പറഞ്ഞത്. അമ്മേ, അമ്മേ, നമ്മൾ ഇവിടെ വന്നത് ഒരു ബഹളത്തിനല്ല. പപ്പിമോൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാനാ. അപ്പൊ നമുക്കൊരു സമാധാനമായിട്ട്. വിഷ്ണു, നീ അവിടെ മിണ്ടാതിരിക്കെ. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. ഒരുത്തിയെ നാടകവും കളിപ്പിച്ച് കടത്തിയിട്ട് ഇപ്പൊ കൊച്ചിനെ കടത്തിക്കൊണ്ടു പോയോ? സത്യാമ്മേ, നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ ബഹളം വയ്ക്കരുത്. അതെ സത്യാമ്മേ, പപ്പിമോൾ ഇവിടെ വന്നിട്ടില്ല. കള്ളോ? പച്ച കള്ളം. ചിലപ്പോ നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ഇവൾക്കറിയാം. അകത്ത് കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് പുറമെ പൂങ്കണ്ണീര് ഒഴുക്കി നിൽക്കുന്ന നിങ്ങളുടെ കളക്ടർ മോളോട് പറ ഞങ്ങളുടെ പപ്പിമോളെ പുറത്തേക്ക് ഇറക്കാൻ. ഡി, ഡി, നീയല്ലേ ഞങ്ങളുടെ പപ്പിമോളെ തട്ടിക്കൊണ്ടു പോയത്? ഞാനോ? ഞാൻ എന്തിനാ എന്റെ മോളെ തട്ടിക്കൊണ്ട് വരുന്നേ? നിന്റെ മോളോ? എടിയാതെ എന്റെ മോൻ രോഹിത്തിന്റെ കുട്ടിയാ. ആ ബന്ധം കഴിഞ്ഞേ ഉള്ളൂ. കൊച്ചിന്റെ അമ്മയാണെങ്കിലും അമ്മ വീട്ടുകാരാണെങ്കിലും. അങ്ങനെ അങ്ങ് പറഞ്ഞ് കേറി പോലെ സത്യാമ്മേ. നിങ്ങൾക്കുള്ള അതേ അവകാശവും അധികാരവും പപ്പിമോളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. ഓ, അങ്ങനെയാണോ? എങ്കിൽ പോലീസ് വരട്ടെ. ബന്ധം പറഞ്ഞ് കൊച്ചിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന കളക്ടർ എമാത്തിയെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോഴേ താൻ ഈ ബന്ധത്തിന്റെ കാര്യവും പറഞ്ഞ് ഇവിടെ അങ്ങ് ഇരുന്നോണ്ടാ മതി. അമ്മേ, എന്റെ അമ്മ ഇങ്ങനെയൊക്കെയാണോ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നേ? വെറുതെ അതും ഇതും പറഞ്ഞ് വാക്കേറ്റം നടത്തി പോവാനാ നമ്മൾ ഇവിടെ വന്നേ. പപ്പി മോൾ ഇവിടെ ഇല്ലാന്ന് അവര് പറഞ്ഞു കഴിഞ്ഞില്ലേ? മര്യാദയുടെ ഭാഷയിലൊക്കെ ഇവറ്റകളോട് സംസാരിക്കാൻ നിന്നാ കൊച്ചിനെ വിട്ടുതരുന്നാണോ നീ വിചാരിച്ചേക്കുന്നേ? ഇവര് പറഞ്ഞ അറിവല്ലേ നിനക്കുള്ളൂ. നീ അകത്ത് കയറി നോക്കിയോ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്? സത്യമേ, ഞങ്ങൾ പറഞ്ഞില്ലേ പപ്പിമോൾ ഇവിടെ ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ വന്നു നിന്ന് ഒച്ച വെക്കുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തെറ്റ് ചെയ്തത് ഇവളാ, ഡിസ്ട്രിക്ട് കളക്ടർ. എന്റെ പപ്പിമോളെ ഇവളെ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിഷ്ണുവിന്റെയും കാർത്തികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി. ഇവൾ അത് ചെയ്യും. ഒന്നും നടക്കാതെ പോയപ്പോ
ഇവളുടെ അവസാനത്തെ അടവാ പുറത്തെടുത്തിരിക്കുന്നത്. ദേ സത്യമേ, ഞാൻ അച്ഛാ വേണ്ട, ഞാൻ സംസാരിക്കാം. സത്യമേ, കല്യാണം മുടക്കം പപ്പിമോളെ ഉപയോഗിക്കേണ്ട കാര്യം എനിക്കില്ല. ഇത്തരം തരം താണ രീതിയിൽ ദയവേത് എന്നെ കാണരുത്. ഓ പിന്നെ അമ്മേ നിർത്ത്. ഷർലി, ഷർലി, പിന്നെ പപ്പിമോൾ എവിടെ പോയി? വീട് മാറി നിൽക്കാൻ പപ്പിമോൾക്ക് ആഗ്രഹമുള്ള ഒരു വീട് ഇതാ. സത്യമോളുടെ ഒപ്പം ഒരു ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം എത്രയോ പ്രാവശ്യം പപ്പിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്ശെ, ഇനിയിപ്പോ ഇവിടെയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അല്ല, സത്യമോൾ ഇവിടെ ഇല്ലേ? ആ ഉണ്ട്. എടാ, ഇവളിൽ നിന്നൊക്കെ സത്യസന്ധമായ ഒരു മറുപടിയൊന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള സത്യം ഇട്ട് പറയത്തുമില്ല. ഒന്ന് കേറി നോക്കടാ, ഇതിനകത്ത് എവിടെയാ അവൾ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ആ എങ്കിലാ ഒന്ന് കാണണമല്ലോ. സത്യാമേ, കാര്യം നിങ്ങൾക്ക് കാശുണ്ട്, ആളുണ്ട്, പറയുന്നത് കേൾക്കാനും ചെയ്യാനും മക്കളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെന്റെ വീടാ. എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഒരാൾ ഇതിൽ കയറിയ പിന്നെ ഗോപാലകൃഷ്ണൻ കിടക്കുന്ന സെൻട്രൽ ജയിലിലായിരിക്കും. എന്റെ മകളുടെ കുട്ടിയെ ശ്രദ്ധിക്കാതെ വീട്ടിൽ നിന്ന് തനി ഇറക്കി വിട്ടിട്ട് ആ കുറ്റം എന്റെ മൂത്ത മോളുടെ തലയിൽ വെക്കാൻ വേണ്ടി കച്ചകെട്ടി വന്ന് നിൽക്കുന്ന ഒറ്റ ഒരുത്തനും നേരെ ചൊവ്വേ ഈ വീട്ടിൽ നിന്ന് പോവില്ല. നിങ്ങൾ അച്ഛാ, ഞാൻ പറഞ്ഞു, ഒരു ബഹളത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? പപ്പി മോളെ കണ്ടുപിടിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമല്ലേ? ഞങ്ങളുടെ മോളുടെ കുട്ടിയല്ലേ അവള്. അവൾ ഇവിടെ ഇല്ല. അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ കാണുന്ന ഓട്ടം മുഴുവൻ ഞങ്ങൾ ഓടുമായിരുന്നോ? ഇന്ന് ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണ്ടേ? നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ അമ്മേ, ചെയ്ത് കാണിക്കട്ടെ. നമുക്കറിയാലോ നമ്മളെ. വിഷ്ണുട്ടാ, പപ്പിമോളെ തെരഞ്ഞു ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത്. അകത്ത് മോളെ ഒളിപ്പിച്ചിരുത്തിയിട്ട് അങ്ങനെ ആരെങ്കിലും തെരഞ്ഞു നടക്കുമോ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക സത്യാമ്മയ്ക്ക്. ഇത് ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. പോലീസ് വരട്ടെ, അവര് കയറട്ടെ. അവര് കയറി കൊച്ചിനെ തപ്പിയെടുക്കുമ്പോ കളക്ടറമ്മ കൈയൊന്ന് നീട്ടിക്കൊടുത്താ മതി, ആഭരണം ഒന്ന് അണിയിക്കാൻ വേണ്ടി. അതെ, കളക്ടർ ആണെങ്കിലും DGP ആണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അതിനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാ ഞാൻ ഈ പടി കയറിയിരിക്കുന്നത്. നിന്നെ ഇവിടുന്ന് കയ്യാമം വെച്ചുകൊണ്ട് ഈ നാട്ടുകാര് കാണുകെ കൊണ്ടുപോണം. അതിവിടുന്ന് ഞാൻ നടത്തിയിട്ടേ ഈ മുറ്റം വിട്ടു പോവും. വെള്ളം എടുത്തില്ലേ? ഇല്ല, അവിടെ സത്യാമ്മയും ബിഗ് ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ട്. പപ്പി തിരിക്കാ വന്നേക്കുന്നേ. അയ്യോ, ഇനിയിപ്പോ എന്തേ സത്യ? പോലീസ് എല്ലാ മുറിയിലും കയറി പരിശോധിക്കും. അപ്പൊ പിന്നെ എന്നെ കാണൂലേ? കണ്ടാ പിന്നെ നമ്മുടെ പ്ലാൻ നടക്കോ? സത്യ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് വേഗം പറ സത്യ. ഞാൻ ആലോചിക്കാ പപ്പി എവിടെ ഒളിപ്പിക്കുന്നേന്ന്.
ഒരു വഴിയുണ്ട്. എന്താ? അല്ലെങ്കിൽ വേണ്ട, അത് പറ്റില്ല. അവിടെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുക. ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ അവരിപ്പൊ കേറി വരും. ആ, പിന്നൊരു മുറിയുണ്ട്. അവിടേക്ക് പെട്ടെന്ന് ആരും തുറന്നു വരില്ല. ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോന്ന്. പപ്പി വാ. അയ്യോ പപ്പി, അകത്തേക്ക് പോ. വാ വാ.